ഹേ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് പുതിയൊരു ഫുഡിനെ പരിചയപ്പെടുത്താനാണ് വന്നേക്കണത്. പുതിയൊന്നല്ല, ഒട്ടുമിക്ക എല്ലാവർക്കും റീച്ച് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് അറേബ്യൻ സ്ട്രീറ്റ്. അതെ, ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, അൽഫാം മന്തിയാണ്. അത് ട്രൈ ചെയ്യാനാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഇവിടുത്തെ ഒരു ബിരിയാണി ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് പോകാവുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഇവിടുത്തെ ബിരിയാണി. അപ്പൊ ഇത് രണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ട്രൈ ചെയ്യേണ്ടത്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ്, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഇനി ആ വിഭവങ്ങളിലേക്കും അതിന്റെ ടേസ്റ്റിലേക്കും കിടക്കാം. നല്ലൊരു ആംബിയൻസ് തന്നെയാണല്ലേ, നല്ല ലൈറ്റും പിന്നെ നമുക്ക് ഇരിക്കാനുള്ള ഒരു ഷേപ്പ് ഒക്കെ നമ്മുടെ ഈ മഞ്ഞുമല എന്തോ ഇഗ്ലു അങ്ങനെ എന്തോ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചത് തോന്നുന്നു, വലിയ ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു ഷേപ്പിലാണ് ഇവരുടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അട്രാക്റ്റീവ് ആണ് എല്ലാ ആൾക്കാർക്കും വന്നാൽ, പ്രത്യേകിച്ച് കപ്പിൾസിന് അല്ലെങ്കിൽ ഫാമിലീസിനൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇവരുടെ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ. എന്തായാലും ഒരു പുതുമയുണ്ട് ഈ മൊത്തത്തിലൊരു ആംബിയൻസ് കാണുമ്പോൾ. അപ്പൊ ഇനി നമുക്ക് ഫുഡ് ട്രൈ ചെയ്യണം, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഓക്കെ, അതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന്. അൽഫാം മന്തി, പിന്നെ ബിരിയാണി, പിന്നെ ഷവർമ. ഓക്കെ, സംഭവം പ്ലേറ്റിംഗ് ഗ്ലാസും കൊണ്ടുവന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. നല്ലൊരു ക്ലീനിങ്ങും എല്ലാം അടിപൊളിയാണ് ഇവരുടെ. പ്രത്യേകിച്ച് അങ്ങനെ പൊടി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു വൃത്തിമെടുപ്പോടു കൂടി തന്നെയാണ് അവർ നമുക്ക് ജസ്റ്റ് ഈ പ്ലേറ്റിംഗ് ഗ്ലാസും കൊണ്ടുവന്നത് തന്നെ. അപ്പൊ ഇവിടെ ഡിഷുകളൊക്കെ എന്തായാലും അത്യാവശ്യം ഒരു ഫുഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും നമുക്ക് തരുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് തുടങ്ങി. സലാഡ്, മയോണൈസ്, പിന്നെ ബിരിയാണിക്കുള്ള സലാഡ്, പിന്നെ ഷവർമ്മയ്ക്കൊപ്പം നല്ല ക്യാരറ്റും വെള്ളരിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഷവർമ്മ നമ്മുടെ റൊമാൽ റൊട്ടി ആയിട്ടുള്ള ഷവർമ്മയാണ് തോന്നുന്നു. റൊമാൽ റൊട്ടി ആയിട്ടുള്ള ഷവർമ്മയാണ്. അപ്പൊ ഇനി നമ്മുടെ സാധനങ്ങൾ എത്താണ്ട് അതിനോട് വെയിറ്റിങ്ങിലാണ്. നമ്മൾ അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്തിട്ടില്ല അല്ലേ, ഓർഡർ ചെയ്തിട്ടൊരു നമ്മളൊരു 10 മിനിറ്റ് മാക്സിമം ആയിട്ടുള്ള അതിനുള്ളിൽ നമുക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു വരും. എനിക്ക് ജസ്റ്റ് ഞാൻ എന്റെ ഫ്രണ്ടിന് പരിചയപ്പെടുത്താണ്. അപ്പൊ ഇവന്റെ പേര് പോൾ മാക്സ് എന്നാണ് കൂടുതൽ റീച്ച് ആയിട്ടുള്ള ഒരു പേര്. അപ്പൊ ഇന്ന് നമ്മൾ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ വന്ന ഒരു ചേട്ടനാണ്. പിന്നെ നമ്മുടെ ക്യാമറ പോയി പിടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിൻസ് ബട്ടർഫ്ലൈ ചേട്ടനാണ്. ഫുഡൊക്കെ കണ്ടിട്ട് സാഡിലൊക്കെയാണ് ക്യാമറ പിടിക്കണേ. ഓക്കെ, പക്ഷെ നമ്മൾ ഏത് ടൈമിൽ വിളിച്ചാലും എപ്പോ വേണമെങ്കിലും ഏത് നട്ടവാതിരിക്കാണെങ്കിലും വന്ന് ഷൂട്ട് ചെയ്യാനും അതിന് ആത്മാർത്ഥമായിട്ടുള്ള ചേട്ടനാണ്. നമ്മൾ പല വീഡിയോസിനും വ്ളോഗിനായാലും ഞാനൊരു സ്റ്റാർട്ടപ്പാണ് എന്നാ, പക്ഷെ അതൊന്നും നോക്കാണ്ട് പക്കയായിട്ടുള്ള പ്രൊഫഷണാലിറ്റിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തരണ രണ്ട് ചേട്ടന്മാരാണ്. ഒന്ന് പോൾ ചേട്ടനും പിന്നെ ഒന്ന് പ്രിൻസ് ചേട്ടനും. വരട്ടെ. അപ്പൊ നമ്മുടെ ഐറ്റംസുകളൊക്കെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അവര് എല്ലാം എത്തിച്ചു. അപ്പൊ ഇതാണ് അൽഫാം മന്തി, ചിക്കൻ ബിരിയാണി, ഇത് നമ്മുടെ ഷവർമ, ഇത് ഷവർമയ്ക്കൊപ്പമുള്ള മയോണൈസ്, ചമ്മന്തി, സലാഡ്, ഇത് ബിരിയാണിക്കൊപ്പമുള്ള സലാഡ്, സലാസ്. ഇതിന്റെ റൈസൊക്കെ പല സ്ഥലങ്ങളും അൺലിമിറ്റഡ് പോലെ തന്നെ ഇവിടെ അൺലിമിറ്റഡ് കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ ഒപ്പം മുകളിൽ നല്ല ക്യാരറ്റും ഈ ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ടുണ്ട്. വെള്ളരിക്കായ നന്നായിട്ടുണ്ട്. ഇതിൽ അതെ നല്ല വെള്ളരിക്കായും പിന്നെ സലാഡൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സലാഡുകൾ തന്നെയാണ് നമുക്ക് എത്തിച്ചേണേ. പിന്നെ ഇത് നമ്മുടെ അറബിക്കിലൊരു വേറെ നെയിമാണ്, എനിക്ക് ആ പേരൊന്നും ഓർമ്മ വരുന്നില്ല. നമ്മുടെ തക്കാളി വിളക്കിട്ടുള്ള തക്കാളി ചമ്മന്തി, മയോണൈസ്, പിന്നെ ചിക്കൻ ബിരിയാണി ഭയങ്കര കാണുമ്പോൾ തന്നെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ തന്നെ തോന്നുന്നുണ്ട്. 2 ചിക്കൻ പീസ് ഉണ്ട് തോന്നുന്നു, നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ അത്യാവശ്യം നട്ട്സ് ഇങ്ങനെയൊക്കെ മുകളിൽ തന്നെ ഉണ്ട്. സംഭവം എന്തായാലും നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് കിടന്നാലോ, മന്തി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മന്തി നമ്മളെ മന്തി തുടങ്ങിയിരിക്കുന്നു ഗായ്സ്. ശരിക്ക് ഈ അൽഫാമിന്റെ തൊലിയൊക്കെ ഭയങ്കര ക്രഞ്ചി ആയിട്ട് തന്നെ മുടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിലത്തെ പീസൊക്കെ ഭയങ്കര ജ്യൂസിയാണ്. അതുകൊണ്ട് കഴിക്കുമ്പോ തന്നെ
നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. ഇതിന്റെ റൈസ് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയോ. ശരിക്കും റൈസ് നാവുമിക്ക് വെക്കുമ്പോ തന്നെ ഭയങ്കര ഒരു ഫീലിംഗ് വരികയാണ് നമുക്ക് ഈ അൽഫാം കഴിക്കണതിന്റെ ഇതിന്റെ. അത് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഫീലിംഗ് വരും. അങ്ങനത്തെ ഒരു ഫീലിംഗ് അല്ല, പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ആണ് നമ്മൾ നാവുമിക്ക് വരുന്നത്. എന്തായാലും സംഭവം അടിപൊളിയുണ്ട്. അൽഫാം മന്തി ഇവിടെ ഞാൻ പ്രിഫർ ചെയ്യണ ഒരു ഐറ്റം തന്നെയാണ്. അപ്പൊ നമ്മുടെ മന്തി കഴിഞ്ഞു, ഇനി അടുത്തായിട്ടുള്ളത് നമ്മുടെ ചിക്കൻ ബിരിയാണിയാണ്. സത്യത്തിൽ ഇവിടുത്തെ അൽഫാം മന്തി ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം അറേബ്യൻ റീറ്റിലെ അൽഫാം മന്തി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമായി മാറിയിരിക്കുകയാണ്. ഇവർക്ക് 2 ഔട്ട്ലെറ്റ് ഉണ്ട്. ചാവക്കാടൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഇവരുടെ അൽഫാം മന്തി. അപ്പൊ ഇവരുടെ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഇവരുടെ ചിക്കൻ ബിരിയാണി. അപ്പൊ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവരുടെ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം. ഇതിനൊക്കെ സലാഡ് വരുന്നുണ്ട്, എല്ലായിടത്തും ഉള്ളത് തന്നെ. അച്ചാർ പിന്നെ ഞാൻ അധികം കഴിക്കാറില്ല, അതുകൊണ്ട് അച്ചാർ എടുക്കാത്ത ലാസ്റ്റ് മാത്രം ഞാൻ എടുക്കാറുള്ളൂ അച്ചാർ. പിന്നെ ബിരിയാണി നമുക്ക് നോക്കിയോക്കാം. ഈ ചിക്കനൊക്കെ ഉണ്ടില്ലേ, നല്ല രീതിയില് സോഫ്റ്റ്നെസ് ഉണ്ട് ഇതിനുള്ളില്. ഇത് കഴിക്കുമ്പോ തന്നെ എന്താ പറയാ, നമ്മുടെ മനസ്സും ശരീരം ഒക്കെ നമുക്ക് തൃപ്തിയാവുന്നുണ്ട്. അത് അത്രയധികം ഇത്ര നല്ലൊരു ചിക്കൻ ബിരിയാണി ഞാൻ മുന്നിൽ കഴിച്ചെന്ന് ചോദിച്ചാൽ കഴിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ ചിക്കൻ ബിരിയാണി അൽഫാം മന്തിക്ക് ഒപ്പം തന്നെ എത്തുന്ന ഒരു ഐറ്റം തന്നെയാണ്. ചിലപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നൊന്ന് കഴിച്ചോളാൻ തോന്നും. ധൈര്യമായിട്ട് ഒന്ന് കഴിച്ചേക്ക്. അപ്പൊ ഇനി നമ്മുടെ ബിരിയാണിയും കഴിഞ്ഞു. ബിരിയാണി സംഭവം അടിപൊളി തന്നെ. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പീസുകളൊക്കെയാണ്. സോഫ്റ്റ് അതിന് ഉള്ളൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര സ്മൂത്ത് ആണ്. കഴിക്കുമ്പോൾ തന്നെ അധികം വേവാത്ത അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം തന്നെയാണ് നമുക്ക് ചിക്കൻ പീസുകളൊക്കെ. പിന്നെ റൈസ് ആയാലും എന്താ പറയാ, നമ്മ വെക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ടേസ്റ്റിങ് ആണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റൂട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ലാസ്റ്റ് ഐറ്റം നമ്മുടെ ഷവർമ, അതൊന്ന് ട്രൈ ചെയ്യണം. അതും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ഷവർമയും അൽഫാമാണ് മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഡിഷുകൾ. ഇപ്പൊ ചിക്കൻ ബിരിയാണി ഒരു പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ നമുക്കിനി അതിൽ കൂടി ഒന്ന് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഷവർമ എന്ന് പറയുന്നത് റൊമാൻ റൊട്ടിയായിട്ടുള്ള ഷവർമയാണ്. അപ്പൊ അത്യാവശ്യം ഇതിനുള്ളിലൊക്കെ ചിക്കനൊക്കെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റിയ വീഡിയോയില് ചിക്കൻ പീസൊക്കെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. മയോണൈസും അത്യാവശ്യം ഉണ്ട്. പിന്നെ മയോണൈസ് നമുക്ക് സെപ്പറേറ്റ് ഒക്കെ തരും അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യണം. ജസ്റ്റ് ഒരു പീസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നും പറയാനില്ല, ഷവർമ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. പ്രത്യേകിച്ച് ഈ ആംബിയൻസിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഷവർമയൊക്കെ വരുന്നത് നമുക്ക്. ഞാൻ ഇതിനുള്ളില് ഈ ചിക്കൻ പീസൊക്കെ നിങ്ങൾക്ക് ഏകദേശം കാണാം. ഈ ചിക്കൻ പീസൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആണ് ഇതിനുള്ളിലും കാര്യങ്ങളൊക്കെ. ഇവിടെ ചിക്കനൊക്കെ പ്രത്യേക ടേസ്റ്റിങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്തായാലും ഒന്ന് വന്ന് ട്രൈ ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ചിലർക്ക് വിചാരിക്കും ഈ ഹോട്ടലിന്റെ ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ കാണുമ്പോ ഇവിടെ കയറണോ വേണ്ടേ, നമ്മുടെ ബഡ്ജറ്റിൽ താങ്ങോ, അങ്ങനത്തെ ഒരു മൈൻഡ് ഒന്നും വേണ്ട കേട്ടോ. കാരണം നമുക്ക് വന്നാണ് ബില്ല് കണ്ടാലും അറിയാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സത്യത്തിൽ ഞാനും വിചാരിച്ചു തമ്പുരാനെ ഇവിടെ കയറി ഈ ബില്ലൊക്കെ എങ്ങനെ വരും, നമ്മളാണെങ്കിൽ വ്ളോഗും ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചു അതിനുള്ള റേറ്റ് കുറവാണ്. സാധാ ഒരു നോർമൽ റേറ്റ് തന്നെയാണ് നമുക്ക് വന്നിട്ട് പോവാം.
അപ്പൊ എല്ലാവർക്കും എന്തായാലും വന്ന് കഴിച്ച് ആസ്വദിച്ച് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ആംബിയൻസിൽ ഞാൻ ഒരു ഇത് ബിൽഡപ്പ് ചെയ്തെടുത്തേക്കണേ. അപ്പൊ എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക ഫുഡ്, നമ്മുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമന്റിലൂടെ അറിയിക്കുക. ഹായ്, ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള അൽഫാം മന്തി ബിരിയാണി ട്രൈ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ചേട്ടൻ എന്താണ് ഇവിടുന്ന് കഴിച്ചത്? ഇതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും ടോപ്പ് അൽഫാം കിട്ടുന്ന കട ഇത് തന്നെ. ഏറ്റവും ടോപ്പ് അൽഫാമും മന്തി. അൽഫാമാണ് നമ്മള് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഷവർമയും മുട്ടുണ്ട. ഞാൻ വരുമ്പോ തന്നെ അറിഞ്ഞു ഇവിടുത്തെ അൽഫാം ഭയങ്കര ഫേമസ് ആണ്. അതിന്റെ സലാഡ് ആയാലും ഏത് നമ്മുടെ ചട്നിയും കാര്യങ്ങളായാലും പുതിന ചട്നി മയോണൈസ് ആയാലും എന്റെ ടേസ്റ്റ് മുട്ടുണ്ട. ഓക്കെ, അപ്പൊ ചേട്ടൻ എന്തായാലും ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ശരി, താങ്ക് യു. എന്താ ട്രൈ ചെയ്തേ? പ്ലേറ്റ് ഷർമയാണ് കഴിച്ചത്. ഓക്കെ, ഫുഡ് ഉണ്ട്? ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ വർത്താണ് ഈ റേറ്റാണ്. ഇവിടെ തന്നെയാണോ ഫുഡ് കഴിക്കാറ്? ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്, ഓരോ കഫേസിലും പോകാറുണ്ട്. ബ്രോ നെയിം? ശ്രീഹരി. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ ബ്രോ, ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാം. എന്താ ട്രൈ ചെയ്തേ? പ്ലേറ്റ് ഷർമ. പ്ലേറ്റ്സ് എങ്ങനെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ? അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പേര്? സൽമാൻ. ഇവിടെ ട്രൈ ചെയ്യാറ്? കൂടുതൽ അൽഫാമൊക്കെ കഴിച്ചായിരുന്നു. ഷർമ കഴിച്ചത്. മെയിൻ സ്പോട്ടാണ്. മെയിൻ സ്പോട്ടാണ്. ശരി, താങ്ക് യു. അപ്പൊ ഈ സ്പോട്ട് വരുന്നത് തൃശ്ശൂർ കുന്നംകുളം റോഡ്, പൂങ്കുന്നം. അപ്പൊ എല്ലാവരും ഈ സ്പോട്ട് മിസ് ചെയ്യാതെ വന്ന് ഒരു ടൈമിൽ ഒന്ന് ട്രൈ ചെയ്ത് പോകണം. അപ്പൊ പ്രത്യേകിച്ച് എല്ലാ ഓഡിയൻസിനും വന്ന് പോവാവുന്ന ഒരു സ്പോട്ടാണ്. അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഓരോ ഫുഡ് കഴിക്കുമ്പോഴും സന്തോഷത്തോടെ കഴിക്കുക. അപ്പൊ നമുക്ക് ചിരിച്ചുകൊണ്ട് ജീവിതം മുന്നേറാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.